ഞാനെന്ന വ്യക്തിയെ സ്വാധീനിച്ചിരിക്കുന്ന ഒന്നാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ തുല്യ സ്ഥാനത്ത് അല്ലെങ്കിൽ അതിന് മേലെയായിട്ട് ഞാൻ നിർത്തുന്നത് കഥ ഇതുവരെ എന്ന് പറയുന്ന എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പോഷർ, എൻ്റെ എൻലൈറ്റ്മെൻറ്റ്, എന്താണ് സിനിമ എന്നുള്ളത് ഞാൻ സിനിമയിൽ വർഷങ്ങളോളം സിനിമ ജീവിച്ചിരുന്ന ആൾക്കാരിലൂടെ അവരുടെ ജീവിത കഥകളിലൂടെ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. സിനിമയിൽ എല്ലാമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരിക്കുമുള്ള ജീവിതം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസിലൂടെ, അദ്ദേഹത്തിൻ്റെ മെമ്മറി ലൈനിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ, മുമ്പിലിരുന്ന് അത് കേട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അത് ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ. കാരണം ഇതൊന്നും അല്ല, ലൈഫ് ഇസ് നോട്ട് അബൌട്ട് ഓൾ ദിസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ജീവിത എക്സ്പീരിയൻസസിലൂടെ അവർ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നെവിറ്റബിൾ പാർട്ട് തന്നെയാണ് എൻ്റെ ജേർണിയിൽ. അത് കുറേ, അതുപോലെ തന്നെ വേറെ ഒരു ഫൺ ഇൻ്റർവ്യൂസും കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂസിൽ എനിക്ക് കൂടുതലും ആസ് എ പേഴ്സൺ ആണ് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ആ പേഴ്സൺ ഹാപ്പൻസ് ടു ബി ആൻ ആക്ടർ എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ എത്ര എൻജോയ് ചെയ്തു അതുപോലെ തന്നെ പ്രേക്ഷകരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ അവരുടെ മുമ്പിൽ മറന്നു പോവാതെ ഇങ്ങനെ നിന്ന് പോയത്.